ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. അങ്ങനെ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ്, ആ ഒരു പ്രണയ ദിവസത്തിൽ തന്നെ ഈ ഒരു പ്രണയത്തിന്റെ തിരിച്ചുവരവ് നമ്മൾക്ക് ആഘോഷിക്കാനുള്ള ദിവസം കൂടിയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം പകർന്നുകൊണ്ട് തീർത്ത ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും പോവുകയാണ്. അപ്പോൾ ബഹുമാന്യരായ പ്രിയപ്പെട്ട അതിഥികളെ, ഇത്തരം പാട്ടുകൾ റിലീസ് ചെയ്യാൻ പറ്റിയ ഈ ദിവസത്തെ ഓർമ്മിപ്പിച്ച് ഇന്നിവിടെ മുഖ്യാതിഥിയായ ശ്രീ ദിലീപ്, മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹൃദയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ ഒരുപാട് വിലയേറിയ സമയം ചെലവാക്കി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. ഈ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുതി അതിന് പ്രേരണയായവരോടും പ്രയോജനമായി മാറിയവരോടും പ്രോത്സാഹിപ്പിച്ചവരോടും ഒക്കെ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. മറ്റൊന്ന്, ഞാൻ എപ്പോഴോ ഒരു പാട്ടിൻ്റെ പല്ലവി എഴുതി രഞ്ജിൻ രാജിനെ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഏതാണ്ടൊരു മിനിറ്റുകൾക്കകം തന്നെ ഒരു മനോഹരമായ ട്യൂണിൽ തിരിച്ച് എനിക്ക് പാടി അയച്ചു തന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷെ ഇന്ന് ആ രഞ്ജിൻ രാജ് ശാരീരികമായി വളരെ അസ്വസ്ഥനായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെന്ന് പറയുന്നത് ഞാൻ വളരെ ഖേദപൂർവ്വം ഓർമ്മിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ ഈ എന്തെങ്കിലും ഈ സമയത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും പറയാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ഈ ഫംഗ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വിജയേട്ടനോടും ഈസ്റ്റ് കോസ്റ്റിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാടകരോടുമായി തന്നെ നന്ദി അറിയിക്കുകയാണ്. വിജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം മിമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കയെ വെച്ചിട്ടും ലാലേട്ടനൊക്കെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത്, ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും GCCയിൽ എല്ലായിടത്തും പല ആൾക്കാരും ഷോ ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയേട്ടന് മാത്രമാണ്. അന്ന് വിജയേട്ടന് ശേഷം വിജയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായിയാണ് പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ വിജയേട്ടൻ്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ച ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ മൈ ബോസ്. ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹമൊക്കെയാണ് വിജയേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വാക്കുകൾ ഇത് വിജയേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ തോന്നുന്ന പോലെയാണ്. ഇപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്, നിനക്കായി, ആദ്യമായി, സ്വന്തം, ഇനി എന്തും, ഇങ്ങനെ ഓരോ വേർഡുകൾ. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പൊ വിജയേട്ടനെ കാണുന്നത്.
കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് ഇത്രയധികം പ്രണയമുണ്ടോ? കാരണം പലവിധ ചിന്തകൾ, അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി. അത് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. ഇന്ന് അത് വിജയേട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാതിരിയാണെന്ന് തോന്നുന്നത്. കാരണം അതുമാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ പറയേണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവൊന്നുമല്ല. അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ, ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം, ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീല്, അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത്. ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതിന് പ്രായമില്ല. അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ. പ്രണയം എന്ന് പറയുന്നത് എന്തിനോടുമാവാം. മനുഷ്യനോട് മാത്രമല്ല പ്രണയിക്കുക. അത് പലർക്കും പല രീതിയിലാണ്. ഇപ്പം എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിൻ്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം. കാരണം മൈ ബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫംഗ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജയേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം. വീണ്ടും വലിയ ചരിത്രമാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. വിജയേട്ടൻ്റെ ഇവിടെ തന്നെ നിലനിൽക്കുന്ന വിജയേട്ടൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാളും എത്രയോ വർഷം 4-4.5 പതിറ്റാണ്ട് കൊണ്ട് കേൾക്കുന്ന പേരാ ഈസ്റ്റ് വെസ്റ്റ് വിജയേട്ടൻ. ഈ ഗൾഫ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് ഷോ, മമ്മൂക്ക സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടുണ്ട്, ലാലേട്ടൻ പോയിട്ടുണ്ട്. അവിടുത്തെ അന്ന് വീഡിയോ കാസ്റ്റിലേക്ക് കാണുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ്. പിന്നീട് കുറെ പാട്ടുകൾ, നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രണയം ഒരു മഴയായിട്ടൊക്കെ അല്ലെ ആദ്യമായി ഇതിനൊക്കായി ഓർമ്മിക്കായി നല്ല പേരുകളിലൂടെ നല്ല വരികളിലൂടെ വിജയേട്ടനും ഈസ്റ്റ് വെസ്റ്റും മലയാളികളുടെ പ്രിയങ്കരായി മാറി. ഞാൻ വിജയേട്ടനോടൊപ്പം കഴിഞ്ഞാൽ അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു, അതായത് വിജയേട്ടൻ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും കൈവിടില്ല. എനിക്ക് മലയാള സിനിമയിൽ വിജയേട്ടൻ ഒരിക്കലും എന്നെ കൈവിടരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം വിജയേട്ടൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാവണം. കാരണം വിജയേട്ടൻ്റെ ഒരു കരുതൽ, വിജയേട്ടൻ്റെ ഒരു കെയർ, വിജയേട്ടൻ്റെ ഒരു വളരെ നല്ല ഒരു ഡീലിങ്, നമ്മളൊരു ആ വർക്കിന് വന്നാൽ കൃത്യമായി തീർത്ത് വിടുക എന്നൊക്കെ പറയുന്ന ഒരു അരച്ചടക്കം വിജയേട്ടനുണ്ട്. കൂടെ നിർത്തുന്ന ക്രൂവിനെയൊക്കെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിജയേട്ടൻ്റെ കുറച്ചു കാലമാണെങ്കിലും വിജയേട്ടൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. വിജയേട്ട വീണ്ടും എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഫംഗ്ഷനും ഈ പ്രോഗ്രാമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിജയേട്ടൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബഹുമാന്യ സദസ്സിൽ നന്ദി. വിജയൻ സാറിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപാട് നാളായി. ആദ്യമായിട്ട് ഗൾഫ് നാടുകളിൽ പേടിക്കാതെ പോകാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ്. വലിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ ഭാഷയിലുമുള്ള വലിയ വലിയ നടന്മാരെ പങ്കെടുപ്പിച്ച് ഷോ നടത്തുന്ന ഒരാളാണ്. ആ കൂട്ടത്തിലേക്ക് കയറിപ്പറ്റി ഒരു ഷോയിൽ പങ്കെടുക്കാന്ന് വെച്ചാൽ എല്ലാ കലാകാരന്മാരുടെയും വലിയ ആഗ്രഹമാണ്. അങ്ങനെ വളരെ നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണം നല്ല റിഹേഴ്സലും ഒക്കെ തന്ന് നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ 1-2 ഒത്തിരി സ്റ്റേജുകളിൽ വളരെ നിലപാടുകളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിൻ്റെതാണ്. പ്രസംഗം എന്തെങ്കിലും എഴുതി തന്നാലോ
അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അദ്ദേഹം എഴുതി തന്നാൽ അതിലൊരു വാക്ക് പോലും തെറ്റിയാൽ അങ്ങനെ വിടുകയൊന്നുമില്ല. ഇതെൻ്റെ ഷോയാണ്, ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ആദ്യമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഓരോ ഐറ്റവും ചെയ്തിട്ട് ആദ്യ സ്റ്റേജ് കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ഏത് ഐറ്റം ചെയ്തപ്പോഴാണ് താണത്, അപ്പോൾ ഏത് ആദ്യം ഇടാം എന്നൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഇടയ്ക്ക് മാറ്റുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്നതിൽ ഒരു കൂട്ടുകാരൻ ഒന്ന് പിണങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ആദ്യമാകുമ്പോഴേ കയറുള്ളൂ, അത് താണു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഞാനും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ പ്രധാന ആളിനെ ഞങ്ങളൊന്ന് പിരികേറ്റി വിട്ടു. പറ സാറിൻ്റെ അടുത്ത് പറ, ഇത് ആദ്യം കളിക്കാമെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. അയാളൊന്നങ്ങ് ഇളയി. ഷോ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ ഇങ്ങനെ 2-3 ബസ് കാണും ആഡംബരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സാറ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. വണ്ടി നിർത്തി, എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ഫ്രണ്ടിലെ വണ്ടി കയറിക്കോളൂ, മൈക്കിൽ കൂടെ വന്നു. അദ്ദേഹം ഇറങ്ങി ഫ്രണ്ടിലെ വണ്ടി കയറി പോയി. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തുന്ന സമയത്ത് പിന്നെ അറിഞ്ഞത് ഈ നടൻ കൊച്ചിയിലെത്തിയെന്നാണ്. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് അതേപടി നടക്കണമെന്ന് വാശിയുള്ള ആളാണ്. അത് നമുക്കും ഒരു പാഠമാണ്. പല കാര്യങ്ങളിലും വലിയ ഉത്സാഹിയാണ്, നമുക്ക് മടിച്ചിരിക്കാൻ തോന്നത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ചുറുചുറുക്കും സ്നേഹവും ഇച്ഛാശക്തിയും ഒക്കെ ഇനിയും അങ്ങനെ തന്നെ ഈ രംഗത്ത് തുടരട്ടെ. എല്ലാ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. കള്ളനും ഭഗവതിയുടെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ അവിടെ പറയണ്ടെന്ന് വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എന്തോ ഒരു ആത്മബന്ധം വിജയേട്ടനായിട്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നും. അങ്ങനെയാണ് എനിക്കും. ഞാനും ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയാണ്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ വീണ്ടും എന്ന് പറഞ്ഞ ഈ ആൽബം, അതിൽ സോങ്ങിൽ പറഞ്ഞ വരികൾ പോലെ വീണ്ടും പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടുവന്നു എന്ന് പറഞ്ഞ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മലയാളികളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. മലയാളികളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് വീണ്ടും കൂട്ടുവന്നിരിക്കുകയാണ് ഈസ്റ്റ് കോസ്റ്റ്. വിജയേട്ടൻ എവിടെയും പോയിട്ടില്ല. 15 വർഷം മുമ്പ് ആൽബം ചെയ്തത് പിന്നെ ഇപ്പോഴാണ് ചെയ്യണമെന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് സിനിമകൾ ചെയ്തു. അതിലൊരെണ്ണത്തിൽ ഞാൻ ഉണ്ടായി. അടുത്തതിലും ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും ടീമിന് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും വീണ്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ വിജയേട്ടൻ്റെ വഴിയിലൂടെ വരട്ടെ. അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവുമാണ് രണ്ടുപേരും. അപ്പം വിഷ്ണു ചേട്ടാ വെൽക്കം. അങ്ങനെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തിരിച്ചു വന്ന കൂട്ടത്തിൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം, അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു രണ്ടുപേരും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർക്കും കാര്യങ്ങളും? എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ കൂടെയുള്ള വർക്ക്? സാറെങ്ങും പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. ഓക്കെ. ശരിക്കും സാറെങ്ങും പോയിട്ടില്ല, സാർ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കുന്ന എല്ലാ സോങ്സും ഓൾമോസ്റ്റ് നല്ല സോങ്സ് സാറിൻ്റെ ആണ്. സാറ് വാങ്ങി വെച്ചിട്ടുള്ള പാട്ടുകൾ വരെ സാറ് നോക്കിയും കണ്ട് ബുദ്ധിപൂർവ്വം വാങ്ങി വെച്ചിട്ടുള്ള പാട്ടുകളാണ്. അത്രയും ഗംഭീര സോങ്ങുകളാണ് സാറിൻ്റെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഉള്ളിലുള്ളത്. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സാറിൻ്റെ ഒരു ക്രിയേഷനിൽ ഞങ്ങൾക്കൊരു ചാൻസ് തന്നതിൽ വളരെ ഹാപ്പിയാണ്. ഇത്രയും നല്ല സദസ്സിൽ ദിലീപേട്ടൻ്റെ മുന്നിൽ ഞാൻ D4 ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദിലീപേട്ടൻ ഇങ്ങനെ വന്ന് ഞങ്ങൾ അവിടെ സൈഡിലിരിക്കുമ്പോൾ ദിലീപേട്ടൻ സ്റ്റേജിലൊക്കെ വന്നിട്ട് പോവും. അപ്പോഴൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഓർത്തിരിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്രയും ആൻഡ് ലാസ്റ്റ് അമ്മ അവാർഡ്സിൽ ഞാൻ ദിലീപേട്ടനെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും പ്രസന്ന മസ്റ്ററും കൂടി നമ്മൾ ഖത്തറിൽ വെച്ചിട്ട് ഓമൻ അതൊക്കെ റീക്രിയേഷൻ ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ വീണ്ടും ചേട്ടനെ കണ്ടതിൽ സന്തോഷം. ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓൾമോസ്റ്റ് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും എനിക്ക് കുറേ ആൾക്കാരെ അറിയാം. എടുത്തു പറയുന്നത് എല്ലാവരും അറിയാം, ഏതെങ്കിലും വഴിയിൽ അല്ലെങ്കിൽ എനിക്കറിയാം. സോ വളരെ സന്തോഷം. ഇനി ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഫസ്റ്റ് തന്നെ എനിക്ക് വിജയൻ സാറിനോട് വലിയൊരു താങ്ക്സ് പറയണം. കാരണം നമ്മൾ ലൈക്ക് വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ ആളുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തതിന് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കും അതേപോലെ വിഷ്ണു ചേട്ടനും. പിന്നെ
സാറിന്റെ കോള് വന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങള്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ മീറ്റ് ചെയ്യാം എന്നുള്ള രീതിക്ക്. പിന്നെ ഇത്രയും ഞാൻ കണ്ടു വളർന്ന വലിയ ആക്ടേഴ്സ്, ആക്ട്രസ്, വലിയ ആൾക്കാരുടെ മുന്നിൽ എനിക്ക് ഇതേപോലെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് സാർ തന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ ആക്ച്വലി എൻ്റെ ഒരു ഗുരുവിനെ പോലെയും കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം സാറിൻ്റെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ആൽബം ചെയ്തപ്പോൾ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു ലൈക്ക് പെട്ടെന്നാണ് നമ്മുടെ ഷൂട്ട് തീർന്നു പോയത്. അതിൻ്റെ ഒരു വിഷമം ഉണ്ട്, കാരണം എല്ലാവരുമായിട്ടും കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതല്ലാതെ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ഐ എം ഹംബിൾഡ് ആൻഡ് ഹോണേർഡ് ടു be standing here in front of great personalities. Thank you so much. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അതുപോലെ സാറിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഒരു തവണ സാറിന്റെ കൂടെ കൂടി സാറിന് ഇഷ്ടമായ പിന്നെ സാറ് നമ്മളെ കൈവിടുകയില്ല. അതുപോലെ തന്നെ സാറിന്റെ ഭയങ്കര ലക്കി ഹാൻഡ്സ് കൂടിയാണ് സാറിന്റെ. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.